നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 3യിലേക്ക് സ്വാഗതം. അവളുടെ വീട് എവിടെ എന്ന പരമ്പര നമ്മൾ തുടരുകയാണ്. വിവാഹശേഷം സ്ത്രീക്ക് സ്വന്തം വീട്ടിൽ ഇടം നിഷേധിക്കപ്പെടുന്നു എന്ന വലിയ ചോദ്യമാണ് ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ ചോദിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ചേരുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ ജീവൻ തന്നെ നഷ്ടമായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വിസ്മയയുടെ അച്ഛൻ ത്രിവിക്രമൻ നായർ, ഒപ്പം സാമൂഹ്യ പ്രവർത്തകയും നർത്തകിയുമായ സന്ധ്യ മനോജ് എന്നിവരാണ്. രണ്ടുപേർക്കും സ്വാഗതം. ഒപ്പം പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ സംസാരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം ഞാൻ ശ്രീ ത്രിവിക്രമൻ നായരിലേക്ക് പോവുകയാണ്. അച്ഛാ, ഞങ്ങളെല്ലാവരും വളരെയധികം വിഷമിച്ച നമ്മുടെ വിസ്മയയുടെ മരണം അത് വല്ലാതെ എല്ലാവരെയും വേദനിപ്പിച്ചതാണ്. ആ ഓഡിയോ ക്ലിപ്പൊക്കെ അടക്കം പുറത്തു വന്നപ്പോൾ വിസ്മയ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. നമ്മളിങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിൻ്റെ കാര്യം വീണ്ടും അത്തരത്തിൽ ഭർതൃഗൃഹത്തിൽ നവവധുക്കൾ അല്ലെങ്കിൽ പുതിയതായി വിവാഹം കഴിഞ്ഞു പോയ പെൺകുട്ടികൾ മരിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അത് ആവർത്തിക്കരുത്, ഇനി അത് ഉണ്ടാകരുത് എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇത്തരത്തിലൊരു പരമ്പര സംഘടിപ്പിക്കുന്നത്. അച്ഛൻ എന്താണ് പറയാനുള്ളത്? നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അതേപോലെ ന്യൂസ് 18 എല്ലാ പ്രവർത്തകർക്കും എന്റെ നമസ്കാരം. എന്റെ ഒരു സങ്കടഘട്ടത്തിൽ എന്റെ കൂടെ നിന്ന് മീഡിയ പ്രവർത്തകർക്കാണ് കൂടുതലും ഞാൻ നന്ദി അറിയിക്കേണ്ടത്. അതേപോലെ തന്നെയാണ് ഈ ഒരു പെൺകുട്ടി ഒരു കല്യാണം കഴിച്ചു വിട്ടാൽ അവർ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്നുള്ള രക്ഷകർത്താക്കളെ അവരിൽ തെറ്റിദ്ധാരണയാണ് രക്ഷയുള്ളത് കുട്ടികൾ. കാരണം അവര് കല്യാണം കഴിച്ച് അവരുടെ ഭർത്തൃ വീട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അവർക്ക് നമ്മളെ വീട്ടിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ള കുറെ മനോഭാവം ഈ കുട്ടികൾക്കും അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ് അത്യാവശ്യം. കാരണം അവർ നമ്മളെ കൂടെ ജീവിച്ച കാലഘട്ടം മൊത്തവും അവർക്കൊരു റൂമും അവർക്ക് ആഹാരം അവർക്ക് ഡ്രസ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. അത് കല്യാണം കഴിഞ്ഞു പോയാലും അത് അവർക്ക് ഉണ്ടാവണം എന്നുള്ള ഒരു വിശ്വാസം നമ്മൾ കൂട്ടിവർക്കണം. എന്റെ അനുഭവത്തിൽ പറയുന്ന കാര്യമാണ്. ഇനിയുള്ള രക്ഷകർത്താക്കളും അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായക്കാരാണ്. കാരണം അവരെ കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ തീർന്നു, അവർ നമ്മളെ അച്ഛനും അമ്മയും അവരെ വിട്ടു കഴിഞ്ഞു എന്നുള്ള ഒരു മനോഭാവം, തിരിച്ചവർക്ക് നമ്മളെ വീട്ടിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ള ഒരു മനോഭാവം ആ കുട്ടികളെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉള്ള അതുകൊണ്ട് നമ്മൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അവിടെ പറ്റില്ല എങ്കിൽ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വന്ന് താമസിച്ചോളൂ എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തണം. ഈ ഒരു ഞാൻ എന്റെ മോളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞു എന്റെ വീട്ടിൽ വന്ന് അവൻ ആക്രമിക്കുകയും എന്റെ മോനെ അടിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് ഞാൻ എന്റെ മോളുടെ തിരിച്ചവൾ അങ്ങോട്ട് വിട്ടില്ലായിരുന്നു. ഞാൻ എന്റെ വീട്ടിലാണ് ഞാൻ നിർത്തിയിരുന്നത്. അവിടുന്ന് അവൾ ലാസ്റ്റ് എക്സാം എഴുതാനായിട്ട് അവൾ കോളേജിൽ പോയ സമയത്താണ് അവൻ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അത് കഴിഞ്ഞ് കോവിഡിന്റെ 2ാം തരംഗമായിപ്പോയി. ഞാൻ ഇതെല്ലാം അന്ന് തൊട്ട് ഞാൻ പറയുന്നതാണ് സത്യമായിട്ടുള്ള കാര്യം. അവിടുന്ന് ഞങ്ങളെ ആ ഫോമുമായിട്ട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ വേറൊന്നിനും അവൻ അനുഭവിച്ചു. കാരണം ഞങ്ങൾ അറിയാതെ അവിടെ ഞങ്ങളിൽ നിന്ന് പോയപ്പോഴത്തേക്ക് അവർക്കും ഒരു വിഷമം തിരിച്ച് ഞങ്ങളെ വീട്ടിലോട്ട് വരാനായിട്ട്. അങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ പെൺകുട്ടികളെ വളർത്തുന്ന സമയം തൊട്ട് നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കേണ്ടി നിങ്ങളെ കല്യാണം കഴിച്ചയച്ചാലും നിനക്ക് ഞങ്ങളെ കൂടെ ജീവിക്കാനുള്ള ഈ സ്ഥലം, നീ കിടക്കുന്ന ഈ റൂമും ഈ കട്ടിൽ ഈ സ്ഥാപനം ഇതെല്ലാം നിനക്ക് തരും. നീ കല്യാണം കഴിച്ചാൽ നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ തിരിച്ചു പോരെ എന്നുള്ള ഒരു പറഞ്ഞ് മനസ്സിലാക്കി ആ കുട്ടികളെ വളർത്തിയെടുക്കണം. പിന്നെ അതേപോലെ ഞാൻ അന്നും ഇന്നും പറയുന്ന ഓരോ വാക്കാണ് നമ്മൾ ക്യാമ്പസുകളിൽ നമ്മളെ +2 ക്യാമ്പസുകളിൽ നമുക്ക് ഈ കുട്ടികൾക്ക് ഒരു ക്ലാസ് കൊടുക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് കുട്ടികൾക്ക് ക്ലാസ് കൊടുത്താൽ നമുക്ക് ഇതിന്റെ ഒരു 90% നമുക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ് സത്യം. അത് അന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഇന്നും വരെ അതിനുള്ള ഒരു നടപടി നമ്മളെ സർക്കാരിനോ അല്ലെങ്കിൽ നമ്മളെ സാമൂഹ്യ പ്രവർത്തകരോ നമ്മളെ സ്കൂൾ അധികാരികളോ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നമ്മളെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള +1 +2 SSLC തുടങ്ങി. SSLC +1 +2 കാലഘട്ടത്തിൽ അവരെ ഒരു പീരീഡ് ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരു പീരീഡ് അവരെ വേണ്ടി മാറ്റിവെച്ചാൽ ഏറ്റവും നന്നായിരിക്കും. ഇതാണ് എന്റെ അഭിപ്രായം. അതേപോലെ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം.